ഹലോ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഉരുളക്കിഴങ്ങ് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ ചെറുതായി അരിഞ്ഞു. പിന്നെ വെളുത്തുള്ളി, ഉള്ളി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഒരു ഫ്രൈങ് പാൻ എടുത്ത് സ്റ്റവിൽ വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കടുക് പൊട്ടിക്കുക. അങ്ങനെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വ്ളോഗറല്ലേ സൗഭാഗ്യ വെങ്കടേഷ്, ആളുടെ മിക്ക വ്ളോഗ്സിൽ ആൾ പറയും ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയും തൈരും. അപ്പോൾ അത് കണ്ട് എനിക്കൊരിഷ്ടം തോന്നിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി. നമ്മളത് കുറച്ച് വീഡിയോസൊക്കെ കണ്ട് റെഫറൻസ് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ കുറേ നാളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്, കുറച്ച് ബിസി ആയിരുന്നു. അങ്ങനെ നമ്മുടെ കടുക് ചെന്നം പെന്നം പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വലിയ മൈൻഡാക്കണ്ട. പിന്നെ ഇച്ചിരി കൈയകലത്ത് നിന്നേക്ക്, ഇല്ലെങ്കിൽ ഇനിയിപ്പം മേത്തേക്ക് വെളിച്ചെണ്ണ തെറിച്ചിട്ട് അവിടെ ഇവിടെയും ഡോട്ട്സും പാടൊന്നും വരണ്ട. എന്നിട്ട് പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇടാം. അപ്പം ഞാൻ ഇഞ്ചി ചതച്ചതാണ് ഇട്ടണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഉണ്ടാക്കാൻ, എന്നാലും ഞാൻ പറയുന്നതേന്നുള്ളൂ. അങ്ങനെ ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വണ്ട് വരുമ്പോൾ പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയില്ലേ, അതാണ് സവോളയ്ക്ക് വെക്കലും നിറച്ച് ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ കുഞ്ഞുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവോള ഇടാം കേട്ടോ. നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് നമുക്ക് കറി ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണെങ്കിൽ ആരോഗ്യകരവുമാണ്, നല്ല സ്മെല്ലും ഉണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച കറിവേപ്പില. പിന്നെ അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ്. നമുക്ക് കറിയിലേക്കുള്ള മുഴുവൻ ഉപ്പിടണമെങ്കിൽ ഉപ്പിടാം കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല രീതിയിലത് സോട്ട് ചെയ്ത് വഴറ്റിയെടുക്കുകയാണേ. അതിങ്ങനെ നന്നായി വഴണ്ട് വരട്ടെ. എന്നിട്ട് പിന്നെ നമുക്കതിലേക്ക് പൊടിപടലങ്ങളൊക്കെ ചേർക്കാം. നല്ല രീതിയിൽ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിൽ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കുക. മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഒറ്റ ടൈമിലിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ ജസ്റ്റ് ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടാണ് അടുത്ത പൊടിപടലങ്ങൾ ചേർക്കുന്നത്. പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ഇട്ടത്. നമുക്ക് അത് വേണമെങ്കിൽ ഇടാം, നോ വറീസ്. നമ്മൾ വീട്ടിൽ ഉണക്കി ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത ക്രഷ്ഡ് ചില്ലിയാണേ. പിന്നെ കളറിന് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. ഇനിയിപ്പോൾ കാശ്മീരി ചില്ലി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കളർ കിട്ടും. ഇനിയിപ്പോൾ എരിവ് തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളകോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് നല്ല രീതിക്ക് വഴറ്റിയെടുക്കണം. നമ്മുടെ ബാക്കി ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എല്ലാ മസാലകളും ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമ്മൾ വഴറ്റി കൊടുക്കുക. ഇങ്ങനെ പൊട്ടിപ്പിടിച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവരെ വേർപിരിക്കുക. ഞാൻ അവരെ കുത്തി ഒരു വഴിക്കാക്കുന്നുണ്ട്. ഇത്രയ്ക്ക് പ്രഹസനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് പിന്നെ നന്നായി വഴറ്റി അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ലിഡ് തുറക്കുക, വഴറ്റി കൊടുക്കുക. അങ്ങനെ ഓക്കെ. നമുക്കിതിൽ വെള്ളം ഒഴിച്ചില്ല, ഈ ഒരു ഇതിൽ തന്നെ ഇരുന്ന് വേവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും. നല്ല പ്യുവർ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാണ്ട് ഈ ഒരു ഓയിലിൽ തന്നെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണം എല്ലാവരും? മഴയൊക്കെ ഉണ്ടോ അവിടെ?
നല്ല മഴയത്ത് നല്ല ചൂട് ചോറും ഈ മെഴുക്കുവരട്ടിയും പിന്നെ എന്തെങ്കിലും സൈഡായിട്ട് വല്ല മീൻ ഫ്രൈയോ പ്ലസ് കർഡൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല രസമായിരിക്കുമല്ലേ. അങ്ങനെ ഒരു മഴയത്ത് തോന്നിയ പൊതിക്കാണ് ഞാനിത് ഉണ്ടാക്കാൻ പോയത്. പിന്നെ ഈ വെളിച്ചെണ്ണയിൽ മാത്രം കിടന്ന് ഫ്രൈ ആകുമ്പോൾ ഇതങ്ങനെ പെട്ടെന്ന് വേഗമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ കുത്തി നോവിച്ച് വെന്തോന്ന് കുത്തിക്കൊണ്ടിരിക്കണം. ഇതിങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിയണ സ്മെല്ലൊക്കെ അടിക്കുമ്പോണ്ടല്ലോ, അത് തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരും. എൻ്റെ സാറേ, വയയിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരും. നല്ലൊരു സ്മെല്ലാണ്, ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. അങ്ങനെ അത് ഓഫ് ചെയ്തു. ഇനി നമുക്കിതിന് പ്ലേറ്റൊക്കെ ആയിട്ട് വയറ്റേക്ക് തട്ടാം. നല്ല ആവി പറക്കണം. അപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം, എനിക്കറിയാം. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെ വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.